ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൽജീവൻ മിഷനിലും വിവിധ സർക്കാർ ആശുപത്രികളിലും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കണ്ണൂർ ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി നടപ്പാക്കുന്ന മൈഗ്രൻ്റ് സുരക്ഷാ പദ്ധതിയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ കൗൺസിലറെ നിയമിക്കുന്നുണ്ട്. സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി എന്നിവയിലുള്ള ബിരുദാനന്തര ബിരുദത്തോടൊപ്പം കൗൺസിലിംഗ് മേഖലയിൽ 1 വർഷ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ ആഗസ്റ്റ് 19 രാവിലെ 10:30 ജില്ലാ പഞ്ചായത്തിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ ജൽജീവൻ മിഷൻ കോളയാട് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയിലേക്ക് JJM വളണ്ടിയർമാരെ നിയമിക്കുന്നുണ്ട്. ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech സിവിൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രദേശവാസികൾക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ്, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം സഹിതം ആഗസ്റ്റ് 20 വൈകിട്ട് 5 മണിക്കകം അസിസ്റ്റന്റ് എഞ്ചിനീയർ, പ്രോജക്റ്റ് സബ് ഡിവിഷൻ, കൂത്തുപറമ്പ്, താണ, കണ്ണൂർ 670012 എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ AEEKWA കൂത്തുപറമ്പ്@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ റേഡിയോഗ്രാഫർ തസ്തികയിൽ കരാർ നിയമനത്തിന് ആഗസ്റ്റ് 18 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് KHRWS റീജിയണൽ മാനേജറുടെ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം 1 മണിക്ക് മുമ്പായി നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെയും അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് www.khrws.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് വയനാട് ജില്ലയിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ലഹരി മോചന കേന്ദ്രത്തിലേക്ക് സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നീ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. സൈക്യാട്രിസ്റ്റ് തസ്തികയിലേക്ക് MBBS, MD അല്ലെങ്കിൽ DPM അല്ലെങ്കിൽ DNBയും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് MPhil അല്ലെങ്കിൽ PG DCP ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയും RC രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഓഗസ്റ്റ് 20 രാവിലെ 11 മണിക്ക് മാനന്തവാടി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ PTA ഓഫീസിലേക്ക് സെക്യൂരിറ്റി, ഇലക്ട്രീഷ്യൻ കം പ്ലംബർ, പമ്പ് ഓപ്പറേറ്റർ, ഓഫീസ് അസിസ്റ്റന്റ്, ജിം ഇൻസ്ട്രക്ടർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. സെക്യൂരിറ്റിക്ക് SSLC യോഗ്യതയോടൊപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന ലഭിക്കും. ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിലേക്ക് SSLCക്ക് പുറമെ ITI യോഗ്യത വേണം. വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം. പമ്പ് ഓപ്പറേറ്ററായി വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നതിൽ മുൻപരിചയമുള്ളവരെ പരിഗണിക്കും. കോളേജിന് സമീപത്തുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഓഫീസ് അസിസ്റ്റന്റിന് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 ഇംഗ്ലീഷ്, മലയാളം, ടൈപ്പ് റൈറ്റിംഗും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. ജിം ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് +2 വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ പവർ ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ഇവയിൽ ഏതിലെങ്കിലും സംസ്ഥാന തലത്തിൽ സമ്മാനാർഹരായവർക്ക് അപേക്ഷിക്കാം. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഗസ്റ്റ് 20 രാവിലെ 11 മണിക്ക് PTA ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ 50 വയസ്സിൽ താഴെയുള്ള SSLC പാസ്സായവരും ബാഡ്ജ്, ഹെവി ലൈസൻസ് എടുത്ത് 3 വർഷം തികഞ്ഞവരുമായിരിക്കണം. അപേക്ഷകർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം സൂപ്രണ്ട്, താലൂക്ക് ആശുപത്രി, പുതുക്കാട്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പുതുക്കാട് എന്ന വിലാസത്തിലോ നേരിട്ടോ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ HDSന് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, ന്യൂറോ ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഗവൺമെൻറ് അംഗീകൃത ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ബിരുദമുള്ളവർക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഗവൺമെൻറ് അംഗീകൃത ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി ഉള്ളവർക്ക് ന്യൂറോ ടെക്നീഷ്യൻ തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്.
നിർദ്ദിഷ്ട യോഗ്യതയുള്ള 45 വയസ്സ് തികയാത്ത ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം ഇൻ്റർവ്യൂവിന് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാവണം. ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻ്റർവ്യൂ ആഗസ്റ്റ് 18 രാവിലെ 10:30. ന്യൂറോ ടെക്നീഷ്യൻ്റേത് ആഗസ്റ്റ് 18 ഉച്ചയ്ക്ക് 2 മണിക്കുമായിരിക്കും. ഉദ്യോഗാർത്ഥികൾ നിർദ്ദിഷ്ട സമയത്തിന് അരമണിക്കൂർ മുമ്പ് ഇൻ്റർവ്യൂവിന് എത്തിച്ചേരേണ്ടതാണ്. അടുത്തത് പാലക്കാട് ജില്ലയിൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട്. ആഗസ്റ്റ് 19 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ചിറ്റൂർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണ് ജോബ് ഡ്രൈവ് നടക്കുക. 3 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള സെയിൽസ്മാൻ, അക്കൗണ്ടൻറ്റ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സർവീസ് ടെക്നീഷ്യൻ, അക്കൗണ്ടിംഗ് അസോസിയേറ്റ് എന്നീ ഒഴിവുകളിലേക്കാണ് അഭിമുഖം. SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി, MBA, BCom, CA ഇൻ്റർ യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് പ്രവേശനം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ സ്ലിപ്പും ബയോഡേറ്റയുടെ പകർപ്പും കൊണ്ടുവരണം. എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ മുമ്പ് രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്കായി തൊഴിൽമേളയോടനുബന്ധിച്ച് ക്യാമ്പ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും നൽകണം. രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് വ്യക്തിത്വ വികസനം, ആശയവിനിമയ ശേഷി, സ്വകാര്യ മേഖലയിലെ തൊഴിൽ മാർക്കറ്റിൻ്റെ സ്വഭാവം, അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം ലഭിക്കും. പ്ലേസ്മെൻറ്റ് ഡ്രൈവുകളിലും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.